ഹലോ ഗായ്സ്, വെൽക്കം ടു ആ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അതിലൊരു ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ അത്ര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. കാരണം കുറേ കാലമായി ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടിയത്. അതായത് ഞങ്ങൾക്ക് ഈദിൻ്റെ ലീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മളിപ്പോൾ 7 ആളാണ്. 7 ആളിപ്പോൾ ലീവാക്കിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യേണ്ടി വരും. അതപ്പോൾ ഞങ്ങൾ സാറ് വരുന്നില്ല, ഞങ്ങൾ 7 ആളും കൂടി മാത്രം പോവാണ്. അപ്പോൾ ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന ഇഷാക്കിൻ്റെ വീട് കൂർഗാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലസ് കൂർഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറാണ്. എനിക്ക് എഡിറ്റിങ് അതുപോലെ തന്നെ ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഫസ്റ്റ് ടൈമാണ്, ഫ്രഷറാണ് ഞാൻ. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളിന്ന് ഒരു ചെറിയൊരു പാക്കിംഗ് വ്ലോഗാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ശനിയാഴ്ച ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് 2 മണി വരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നൈറ്റ് 9:30ക്കാണ് ട്രെയിന്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. ഇഫ്താറിൻ്റെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് നോമ്പ് തുറന്നിട്ടേ പോകാൻ പറ്റും. അപ്പോൾ ഫുഡൊക്കെ ആക്കി വെച്ച് ഞങ്ങൾ ഒരു പാക്കിങ്ങിൽ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ദിവസം ട്രിപ്പായതുകൊണ്ട് ഒരു ക്യാബിൻ ട്രോളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ഡ്രസ്സുണ്ട്. 2 ദിവസത്തെ ഡ്രസ്സൊന്നുമില്ല, ജസ്റ്റ് ഒരു എമർജൻസിക്ക് ഡ്രസ്സ് വേണ്ടി വരുമെന്ന് വെച്ചിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് യെല്ലോ കളർ ഡ്രസ്സ്, ഇത് നമ്മുടെ ഈദിൻ്റെ പുതിയ ഡ്രസ്സാണ്. ഇതും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ നമ്മൾ അവിടെ എത്തിയാൽ നമുക്കറിയാമല്ലോ, നമ്മൾ കുറേ സ്ഥലത്ത് പോകും. അതുപോലെ എന്തെങ്കിലും എമർജൻസിക്ക് പെട്ടെന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഡ്രസ്സൊക്കെ നമ്മൾ വെറുതെ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറി മാറി ഇടാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പ്ലാനിങ്, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. പിന്നെ ഒരു ഹെയർ ഡ്രയറുണ്ട്. നമ്മളവിടെ എത്തിയാൽ പെട്ടെന്ന് കുളിച്ചിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് മുടിയൊന്നും ഉണങ്ങില്ലല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു, അതങ്ങ് അടച്ചു വെച്ചു. ഇങ്ങനെ നെക്സ്റ്റ് ഭാഗം സെയിം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ, അതായത് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് എടുത്ത് പോകുന്നത്. ബട്ട് നോ യൂസ്, എനിക്കറിയാതെ. നമ്മൾ തൊപ്പി, അവിടെ ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ വെയിൽ കൊണ്ട് കരിയേണ്ടതെന്ന് അടിച്ചൊരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് വെച്ചു. അധികമൊന്നുമില്ല, കുറച്ച് നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഹാൻഡ് ബാഗ് പോലെ പാക്ക് ചെയ്യണം. ഹാൻഡ് ബാഗ് അല്ല, നമ്മുടെ ഡെസേർട്ട് മസ്കിൻ്റെ ഒരു അത്തർ, പിന്നെ ബ്ലൂ ലഡി, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് 2 ദിവസങ്ങൾ വേണമല്ലോ. പിന്നെ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി സെറം, ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മറിയം, ഇതെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബോഡി ലോഷനാണ് മറിയം. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ നമ്മൾ ഐലൈനർ, ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ്. പിന്നെ ഇതൊരു വാച്ച്, ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന വാച്ചാണ്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ലാസ്റ്റ് ഡ്രസ്സും കൂടി ഒരു മനസ്സമാധാനത്തിന് വെച്ചു. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ ട്രോളി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഹാൻഡ് ബാഗും കൂടി എടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ പവർ ബാങ്ക്, പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനം JBLൻ്റെ സ്പീക്കർ, പിന്നെ നമ്മുടെ ചാർജറിൻ്റെ വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ പാക്കിംഗ്. അപ്പോൾ നമ്മളിനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വരുന്നത് ഞങ്ങൾ ട്രിപ്പും കൂർഗിലെ വിശേഷങ്ങളും എല്ലാം ആയിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.